നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 5 വാക്യം. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. വേദപുസ്തകത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാകുന്ന നല്ല മാതൃകകൾ കാഴ്ചവെച്ചിട്ടുള്ള കഥാപാത്രമാണ് യോസഫ് എന്ന് പറയുന്നത്. തൻ്റെ ബാല്യകാലം അത്ര നല്ലതൊന്നുമായിരുന്നില്ല. തൻ്റെ അമ്മ തൻ്റെ അനുജന് ജന്മം കൊടുക്കുന്ന സമയത്ത് മരണപ്പെടുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ അപ്പൻ്റെ മറ്റുമക്കളോടുകൂടെ കഴിഞ്ഞ ബാല്യകാലം എന്ന് പറയുന്നത് തിക്താനുഭവങ്ങളുടെയും സ്വകാര്യ ദുഃഖങ്ങളുടെയും വലിയൊരു വേലിയേറ്റമുണ്ടായതായ കാലഘട്ടമാണ്. വെറുക്കപ്പെടുന്ന അനുഭവം യോസഫ് നേരിടുകയാണ്. എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടത്? താൻ മറ്റുള്ളവരെക്കാൾ വിശേഷതയുള്ളവരായതുകൊണ്ടാണ്. താൻ പാർത്ത കൂട് ദൈവം ഇളക്കുകയാണ്. സ്നേഹത്താലുള്ള അനുസരണം എല്ലായ്പ്പോഴും കാഴ്ചവെക്കുവാൻ യോസഫ് താല്പര്യപ്പെടുമ്പോഴും പാപത്തിൻ്റെ പ്രതിപ്രവർത്തനത്തിൻ്റെ ശൃംഖല താൻ അനുഭവിക്കുകയാണ്. അസൂയയും വിദ്വേഷവും അതിനെ തുടർന്നുള്ളതായ പല കാര്യങ്ങൾ, ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും പൊട്ടക്കുഴിയും കാരാഗ്രഹവും ഒക്കെ ലഭിച്ചത് തൻ്റെ സഹോദരങ്ങളുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയുടെയും ബാഹ്യ പ്രകടനങ്ങളാണ്. നന്മതിന്മകൾ തിരിച്ചറിയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വളരുവാൻ പറ്റുന്നൊരു പരിതസ്ഥിതി ആയിരുന്നില്ല യോസഫിൻ്റേത്. ദൈവം ദർശനം കൊടുക്കുന്നുണ്ട്, ദൈവം വിശേഷതയുള്ളവനായി അവനെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു നല്ല ബാല്യകാലം ആയിരുന്നില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ബാല്യകാലമാണ് യോസഫിന് ഉള്ളത്. ചിലരുടെയെങ്കിലും ബാല്യകാലത്തിലെ തിക്താനുഭവങ്ങൾ മറക്കാൻ കഴിവുള്ളിടത്തോളം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ നേരിട്ടു, ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായി, എന്തുകൊണ്ട് അവരെന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടവരുണ്ട്. ബാല്യകാലത്തുണ്ടാകുന്ന അനുഭവങ്ങളാണ് ലൈഫിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഉണങ്ങാത്ത മുറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിരുന്നു കൊണ്ട് നമ്മെ നൊമ്പരപ്പെടുത്തും. നമ്മൾ കാര്യങ്ങളെയെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ആന്തരിക സൗഖ്യമാണ്, ഇന്നർ ഹീലിംഗ് ആണ്. എൻ്റെ സകല സങ്കടങ്ങളും പിതൃഭവനമൊക്കെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് യോസഫ് പറഞ്ഞതുപോലെ മനോഭാവത്തിന് നമ്മൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ നിമിത്തം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാം, അല്ലെങ്കിൽ പലതിനോട് വെറുപ്പ് തോന്നാം. ലൈഫിനോട് തന്നെ ആത്മാഭിമാനം തോന്നാത്ത ഒരു ഹതഭാഗ്യനാണ് ഞാനെന്ന് വിലയിരുത്തുന്ന സ്വയമുള്ള പരാജയത്തിൻ്റെ വിലയിരുത്തലുകൾ നമ്മിലുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണ്. അപ്പം നല്ലൊരു മനോഭാവം, ശരിയായ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയണം. യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലായ്പ്പോഴും തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ശരിയായ മനോഭാവത്തിൻ്റെ ഉടമയായി താൻ മാറുവാനിടയായി. എവിടെ ആയിരിക്കുമ്പോഴും ആ ആയിരിക്കുന്ന സ്ഥലം ദൈവം എന്നെ ആക്കിയിരിക്കുന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പൊട്ടക്കുഴിയായാലും കാരാഗ്രഹമായാലും പോത്തിഫേറിൻ്റെ ഭവനമായാലും അവിടെ ദൈവമുണ്ടോ എന്നുള്ളതാണ്. ദൈവമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഇത്തരം സാഹചര്യത്തിലായിരിക്കുവാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. സഹോദരന്മാർ വെറുത്തും വിദ്വേഷത്തോടുകൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് മാനുഷികമായി നോക്കിയാൽ ഈ പൊട്ടക്കുഴിയും കാരാഗ്രഹവും ഇപ്പോഴത്തെ സാഹചര്യമെങ്കിലും യോസഫ് ഇതിൻ്റെ എല്ലാം പുറകിൽ കാണുന്നത് ദൈവത്തിൻ്റെ കരമാണ്. യോസഫ് ചെന്നുപെട്ടത് പോത്തിഫേറിൻ്റെ ഭവനത്തിലാണ്. പോത്തിഫേർ യോസഫിനെ തൻ്റെ ഗൃഹത്തിലുള്ള സകലത്തിനും വിചാരകനാക്കി മാറ്റുകയാണ്. ദൈവം നടത്തുന്ന ഒരുവൻ ഈ പോത്തിഫേറിൻ്റെ കുടുംബത്തിൽ വന്നു. പോത്തിഫേർ അവനെ അംഗീകരിക്കുകയും മുൻവിധി കൂടാതെ വണ്ണം ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ചേർത്ത് നിർത്തേണ്ട വ്യക്തികളെ മുൻവിധി ഇല്ലാതെ വണ്ണം അംഗീകരിക്കാനും ചേർത്ത് നിർത്തുവാനുമുള്ള മനോഭാവങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഒരാളുടെ ലൈഫിൽ നാം ഇടപെടുമ്പോൾ അവരെ
മാത്രമല്ല അത് മറ്റുള്ളവരെ കൂടെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്ന് കണ്ടാൽ വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട്. അധികാരം കൈയാളുമ്പോൾ മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ ഏത് മാർഗവും ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നവരുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അങ്ങനെയുള്ളവരൊക്കെ ദുഃഖിക്കുന്നതും നമ്മൾ വിവിധ നിലകളിൽ കണ്ടിട്ടുണ്ട്. യോസഫ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി യോസഫിനെ ചേർത്ത് നിർത്തി. അതുകൊണ്ട് സംഭവിച്ചതെന്താ? യോസഫിൻ്റെ നിമിത്തം ഈ പോത്തിഫേറിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. യോസഫിൻ്റെ നിമിത്തം പോത്തിഫേറിൻ്റെ ഭവനത്തെ, വയലിനെ, അവനുള്ള സകലത്തെയും സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. നമ്മളൊരാളോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവമുള്ള വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ചേർത്ത് നിർത്തണം. അത് നിമിത്തം അവർ മാത്രമല്ല, ആരാണോ ചേർത്ത് നിർത്തുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. ചിലരോട് അകലാനുള്ള പ്രേരണകളൊക്കെ വരുമ്പോഴും അത് ദൈവഹിതമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ദൈവം പറഞ്ഞിട്ടില്ലെങ്കിൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം. അത് നമുക്ക് അനുഗ്രഹമാണ്. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.